വർക്കിന് വേണ്ടി മാത്രം മാധ്യമങ്ങളുടെ മുന്നിലേക്കെത്തുന്ന വി.ഡി. സതീശനോടാണ്. അതായത് പ്രതിപക്ഷ നേതാവായി അഭിനയിക്കുന്ന വി.ഡി. സതീശനോട്. പുനർജനി ഫണ്ടിൻ്റെ ഭാഗമായി വിദേശത്ത് പോയി പിരിച്ച പണത്തിൻ്റെ കണക്കുകളെവിടെ? വീടുകൾ വെച്ചു നൽകിയതിൻ്റെ കണക്കുകളെവിടെ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. ഒന്ന് ചോദിച്ചോട്ടെ, വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ? അതായത് പുനർജനി ഫണ്ടിൻ്റെ ഭാഗമായി വിദേശത്ത് പോയി എത്ര പണം പിരിച്ചുവെന്നും അതുവഴി ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിർമ്മിച്ചു നൽകിയ വീടുകൾ എത്രയാണെന്നും കൃത്യമായി കണക്ക് സഹിതം മുന്നിലേക്ക് വരാമോ? അതും മാധ്യമങ്ങളുടെ മുന്നിലേക്ക്. സാധിക്കില്ല എന്നറിയാം. എന്നാലും ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ കടമ വി.ഡി. സതീശൻ നിർവഹിക്കണമെന്നാണ് ഇപ്പോൾ സമൂഹത്തിന് നിങ്ങളോട് പറയുവാനുള്ളത്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിൻ്റെ ശുപാർശ വന്നതിന് തൊട്ടു പിന്നാലെയാണ് വി.കെ. സനോജിൻ്റെ ഡിവൈഎഫ്ഐയുടെ കൃത്യമായ പ്രതികരണം. ജനപ്രതിനിധിയായ വി.ഡി. സതീശൻ വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തിയോ എന്നതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം എന്ന് കൃത്യമായി വി.കെ. സനോജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നടത്തിയ പിരിവിൽ എത്ര പണം വന്നു എന്നും ഇതെല്ലാം ഏതിനത്തിൽ ചിലവഴിക്കപ്പെട്ടു എന്നും വി.കെ. സനോജ് കൃത്യമായി ചോദ്യശരങ്ങളായി വി.ഡി. സതീശനോട് ചോദിക്കുന്നുമുണ്ട്. ഏത് ഏജൻസി ഏത് വർഷത്തിൽ ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്തുവെന്ന് ചോദിച്ച വി.കെ. സനോജ് ആ പണം ഉപയോഗിച്ച് വീടുകൾ വെച്ച് നൽകിയോ എന്ന ചോദ്യം പ്രധാനമാണെന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാധ്യമങ്ങളോട് വി.ഡി. സതീശൻ പറഞ്ഞത് 209 വീടുകൾ വെച്ച് കൈമാറിയെന്നാണ്. ആ വീടുകളുടെ പേരും വിശദാംശങ്ങളും പുറത്തുവിടുവാൻ സതീശനെ വെല്ലുവിളിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ. എന്തായാലും വി.ഡി. സതീശൻ്റെ പൊയ്മുഖം പുറത്തു വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയും അതുമാത്രമല്ല സമൂഹത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നിരീക്ഷകരും ഇതേ ചോദ്യമാണ് സതീശനോട് ചോദിക്കുന്നത്. വിദേശത്ത് പോയി, അതും പുനർജനി ഫണ്ടിൻ്റെ ഭാഗമായി വിദേശത്ത് പോയി എത്ര പണം പിരിച്ചിട്ടുണ്ട്? അതുവഴി എത്ര വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട്? കണക്ക് കാണിക്കണം സതീശ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മാധ്യമങ്ങളെ കാണാൻ തുനിഞ്ഞിറങ്ങുന്ന വി.ഡി. സതീശന് ഇത്തരം ചോദ്യങ്ങൾ തനിക്ക് നേരെ ഉയരുമ്പോൾ ഒരക്ഷരവുമില്ല മാധ്യമങ്ങളെയും കാണണ്ട. ഇനി അഥവാ മാധ്യമങ്ങളെ കണ്ടാലോ താൻ കാശ് കൊടുത്ത് വർക്കിന് വേണ്ടി എത്തിച്ചിരിക്കുന്ന മാധ്യമങ്ങളെ മാത്രം തല കാണിച്ചിട്ട് മുങ്ങുന്ന ആ ഒരു ശൈലി തന്നെയാണ് ഇവിടെയും വി.ഡി. സതീശൻ സ്വീകരിക്കുന്നത്. എന്തായാലും ശരി, വി.കെ. സനോജിനെ പോലെ ഇന്ന് ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അറിയേണ്ടതുണ്ട് പുനർജനി ഫണ്ടിൻ്റെ ഭാഗമായി എത്ര രൂപയാണ് വിദേശത്തു നിന്ന് പിരിച്ചതെന്നും അതുപോലെ തന്നെ എത്ര വീടുകളാണ് പുനർജനി ഫണ്ടിൻ്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയതെന്നും. എന്തായാലും വി.ഡി. സതീശൻ്റെ ഉത്തരം മുട്ടി തുടങ്ങി. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും സതീശൻ്റെ മുഖത്ത് നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതൊരു വെല്ലുവിളിയായി തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊയ്മുഖം നിങ്ങൾ തന്നെ വലിച്ചു കീറുന്നതിന് തുല്യമാകുമത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വി.ഡി. സതീശൻ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ വിക്കലും മൂളലുകളുമായി മുങ്ങാൻ ശ്രമിക്കുന്നത്.